ഓം ഹരിശ്രീ ഗണപതിയായ നമ. മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ ചാരവശാൽ ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ്, എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെ ചാരവശാൽ ചന്ദ്രൻ എത്തുമ്പോൾ വളരെ അധികം ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത്. ധനനേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങുവാനോ ആഭരണങ്ങൾ നേടിയെടുക്കുവാനോ ഒക്കെ ഈ സമയത്ത് കഴിയുന്നതാണ്. ഇഷ്ടഭക്ഷണം ലഭിക്കുന്ന സമയമാണ്. മനോസുഖം നിദ്രാസുഖവും ഉണ്ടാവുന്നതാണ്. പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. എന്നാൽ രണ്ടാം ഭാവത്തിലേക്കാണ് ചന്ദ്രൻ വരുന്നതെങ്കിൽ തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവാനും അപമാനങ്ങൾ വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുണ്ട്. കൂടാതെ ധനനഷ്ടം ഉണ്ടാവാനും കാര്യതടസ്സം ഉണ്ടാവാനും യാത്രാ ദുരിതം ഉണ്ടാവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. പൊതുവെ പറഞ്ഞാൽ രണ്ടാം ഭാവം ചന്ദ്രന് അത്ര ഗുണകരമല്ല. അടുത്തത് മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്നത് വളരെ അധികം നല്ലതാണ്. ധനപരമായിട്ട് നേട്ടമുണ്ടാവാനും ആഭരണ ലഭ്യത ഉണ്ടാവാനും തൊഴിൽപരമായിട്ട് പുരോഗതി ഉണ്ടാവാനും തൊഴിൽ ലബ്ധി ഉണ്ടാവാനും പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. കാര്യപ്രാപ്തിയും ശാരീരിക സുഖവും വിജയവും ഒക്കെ ഈ സമയത്ത് വന്നു ചേർന്നേക്കാം. പൊതുവെ പറഞ്ഞാൽ മൂന്നാം ഭാവത്തിൽ ചാരവശാൽ ചന്ദ്രൻ എത്തുന്നത് ഗുണകരമാണ്. നാലാം ഭാവത്തിൽ ചന്ദ്രൻ എത്തുന്നത് അത്ര ഗുണകരമല്ല. ഈ സമയത്ത് കുടുംബ സൗഖ്യം കുറയുവാനും ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് അസ്വസ്ഥതകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സുഖക്കുറവുണ്ടാവാനും സംശയരോഗം ഉടലെടുക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. മനഃശാന്തിക്കുറവും മനോദുഃഖവും അവിചാരിതമായിട്ടുള്ള ഭയവും ഒക്കെ ഈ സമയത്ത് വന്നു ചേർന്നേക്കാം. പൊതുവെ പറഞ്ഞാൽ നാലാം ഭാവം ചന്ദ്രന് അത്ര ശുഭസ്ഥാനമല്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും ഒക്കെ നാലാം ഭാവത്തിൽ ചന്ദ്രൻ എത്തുമ്പോൾ ഉണ്ടായേക്കാം. അടുത്തത് അഞ്ചാം ഭാവത്തിലാണ്. അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ എത്തുമ്പോൾ രോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വാദം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. സർവകാര്യത്തിലും തടസ്സം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നതും മനഃശാന്തി കുറവുണ്ടാവുന്നതും അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നു. യാത്രാക്ലേശം ഉണ്ടാവാനും ശാരീരികമായിട്ട് സുഖക്കുറവുണ്ടാവാനും തൊഴിൽ നഷ്ടമുണ്ടാവാനും അല്ലെങ്കിൽ തൊഴിലിൽ പരാജയം ഉണ്ടാവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. പൊതുവെ പറഞ്ഞാൽ അഞ്ചാം ഭാവം ചന്ദ്രന് അത്ര ഗുണകരമല്ല. അടുത്തത് ആറാം ഭാവത്തിൽ ചന്ദ്രൻ അതിൻ്റെ ആറാം ഭാവത്തിലേക്ക് വരുന്നത് അത്യധികം ഗുണകരമാണ്. തൊഴിൽ നേട്ടം, ധനപുഷ്ടി, ആരോഗ്യപരമായിട്ട് പുരോഗതി, കാര്യപ്രാപ്തി എന്നിവ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് ധനലാഭം ഉണ്ടാവാനും ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവയൊക്കെ മാറിക്കിട്ടുവാനും മനസ്സുഖം ഉണ്ടാവുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. പൊതുവെ പറഞ്ഞാൽ ചന്ദ്രൻ്റെ ആറാം ഭാവം ഏറെ ഗുണകരമായിട്ടുള്ള ഒരു ഭാവമാണ്. അടുത്തതായി ചന്ദ്രൻ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചന്ദ്രൻ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ പദവി, പ്രശസ്തി, ധനം എന്നിവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശയനസുഖം ഉണ്ടാവുവാനും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ലഭിക്കുവാനും വാഹന സുഖം ഉണ്ടാവാനും അല്ലെങ്കിൽ വാഹന ലബ്ധി ഉണ്ടാവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ധനലാഭം ഉണ്ടാവുന്നതാണ്. സർക്കാരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സർക്കാർ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവയൊക്കെ നേടിയെടുക്കുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഏഴാം ഭാവം വളരെയധികം ഗുണപ്രദമായ ഒരു ഭാവമാണ്. അടുത്തത് ചന്ദ്രൻ എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ എത്തുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ശത്രുത കൂടുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾ തമ്മിലോ അയൽക്കാർ തമ്മിലോ ഏതെങ്കിലും രീതിയിൽ ശത്രുത ഉണ്ടെങ്കിൽ അവ വർദ്ധിക്കുന്ന സമയമായിരിക്കും.
അന്യജനങ്ങളുമായി കലഹമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വിഷഭയം ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ഇറങ്ങി നടക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനോസുഖം കുറയുന്ന കാലഘട്ടമാണ്. വ്യവഹാര നഷ്ടം ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ വ്യവഹാരത്തിൽ ഏർപ്പെടുന്നവർക്ക് ഈ സമയം അത്ര ഗുണകരമല്ല. കാര്യനഷ്ടവും യാത്രാക്ലേശവും ഒക്കെ ഉണ്ടാകുന്നതാണ്. പൊതുവെ കഷ്ടകാലം അനുഭവിക്കുന്ന ഒരു സമയമാണ് 8-ാം ഭാവത്തിൽ ചന്ദ്രൻ ചാരവശാൽ എത്തുന്നത്. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ എത്തുന്നതും അത്ര ഗുണകരമല്ല. കാര്യതടസ്സവും രോഗവും ഒക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. ആമാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. കേസ്, വഴക്ക് എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വ്യവഹാര നഷ്ടം ഉണ്ടാകുവാനും കാര്യതടസ്സം ഉണ്ടാകുവാനും മനഃശാന്തിക്കുറവ് ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. എന്നാൽ 10-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്നത് വളരെ അധികം ഗുണകരമാണ്. തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകുവാനും കാര്യവിജയം ഉണ്ടാകുവാനും ധനപരമായിട്ട് ലാഭം ഉണ്ടാകുവാനും നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. ബന്ധുജനപ്രീതി ഉണ്ടാകാനും ബന്ധുക്കൾ വഴി നേട്ടം ഉണ്ടാകാനും ബന്ധുക്കളുമായിട്ട് സഹകരണം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. മനസുഖം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. തൊഴിൽ ലാഭം ഉണ്ടാവും. പൊതുവെ ആനന്ദകരമായിട്ടുള്ള ഒരു കാലമാണ് ചന്ദ്രൻ 10-ാം ഭാവം എന്ന് തന്നെ പറയാം. 11-ാം ഭാവത്തിൽ ചന്ദ്രൻ എത്തുന്നതും വളരെ ഗുണകരമായ കാലഘട്ടമാണ്. കുടുംബ സൗഖ്യം ഉണ്ടാകുവാനും ബന്ധുജനപ്രീതി ഉണ്ടാകുവാനും സന്തോഷം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നവർക്ക് ഈ സമയം അത് മാറി കിട്ടുന്നതാണ്. ബന്ധുജനങ്ങളുടെ പ്രീതി നേടുവാനും മനസന്തോഷം ഉണ്ടാവാനും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുവാനും ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. എന്നാൽ 12-ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ എത്തുന്നത് അത്ര ഗുണകരമല്ല. ചിലവ് വർദ്ധിക്കുവാനും കാര്യതടസ്സം ഉണ്ടാകുവാനും സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നു. രോഗം ഉണ്ടാകുവാനും ശാരീരികമായി അസ്വസ്ഥതകൾ വർദ്ധിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. അധ്വാനം കൂടുതൽ ഉണ്ടായേക്കാം. ദുർചിന്ത ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അപമാനം ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. പല രീതിയിലുള്ള വിഷമങ്ങൾ ഈ സമയത്ത് വന്നു ചേരാം. പൊതുവെ അത്ര ഗുണകരമായ ഭാവമല്ല 12-ാം ഭാവത്തിൽ ചന്ദ്രൻ എത്തുന്നത്. ചാരവശാൽ ചന്ദ്രൻ ഓരോ ഭാവങ്ങളിൽ എത്തുമ്പോൾ എന്തൊക്കെ ഗുണദോഷാനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്.